ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ നമുക്ക് ദേവരുദ്രയുടെ പ്രതികാരം കേട്ടു തുടങ്ങാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ കേൾക്കാൻ? ഇതേ സമയം മറ്റൊരിടത്ത് വിനായകൻ്റെ ഭാര്യ അയാൾക്ക് മകനുമുള്ള കർമ്മങ്ങൾ ചെയ്തു തീർക്കുകയാണ്. കർമ്മി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. മന്ത്രത്തകിടുകൾ ഓരോന്നായി വെള്ളത്തിലൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ബന്ധനമാണ്. ആ മന്ത്രത്തകിടുകളെല്ലാം ബന്ധിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മന്ത്രങ്ങളാൽ ബന്ധിതമാണ് ഓരോ തകിടും. തൊട്ടിപ്പുറത്ത് അച്ഛനും പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭയക്കണം, ഭയങ്കരമായ ശക്തി ആവസിക്കുന്ന ശരീരമാണ് അത്. നല്ലൊരു ശരീരമല്ല, രക്തരക്ഷസാണ്. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൈകൾ അച്ഛൻ്റെ ലോഹയിൽ തൊട്ടതും അവൻ അലറി വിളിച്ചു. കാരണം അച്ഛനിൽ നിന്നും ഭയങ്കരമായ ശക്തി അവനിലേക്ക് പ്രവഹിച്ചു. പക്ഷേ മറ്റാർക്കും ഇതൊന്നും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും അവൻ തോറ്റു പിന്മാറാൻ തയ്യാറാവാതെ അച്ഛനിലേക്ക് വന്നു. ഇപ്രാവശ്യം അവൻ്റെ ഒറ്റപ്രകരത്തിൽ അച്ഛൻ ദൂരേക്ക് തെറിച്ചു വീണു. അച്ഛൻ ഉറക്കെ നിലവിളിച്ചു, തമ്പുരാങ്കത്താവേ കാത്തോളനെ. അവൻ അച്ഛനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ കൊല്ലുകയാണ് ഉദ്ദേശം. അവൻ്റെ കൈകൾ അച്ഛൻ്റെ കഴുത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. ആ ചുണ്ടുകൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതേ സമയം അവിടെ ഓരോ മന്ത്രത്തകിടായി ഒഴുക്കി അവസാന മന്ത്രത്തകിടം വെള്ളത്തിൽ ഒഴുക്കി വിട്ട് കഴിഞ്ഞു. അച്ഛൻ്റെ കഴുത്തിൽ പിടിമുറുക്കി വിനായക ഒരു അലർച്ചയോടെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. പാവമച്ഛൻ ശ്വാസം കിട്ടാതെ വല്ലാതെ കുടുങ്ങി. അത്രയ്ക്കും അവൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു. അങ്ങനെ വിനായകം അവിടെ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബന്ധിക്കപ്പെടേണ്ടത് ദേവനന്ദയാണ്. അവളെയും എത്രയും പെട്ടെന്ന് ബന്ധിക്കണം, അച്ഛൻ മനസ്സിൽ കരുതി. ഇതേ സമയം രാഘവറാം ആ പെൺകുട്ടിയോടൊപ്പം എങ്ങോട്ടെന്നില്ല നടക്കുകയാണ്. നടന്നവർ ആ പഴയ ബംഗ്ലാവിൽ തന്നെ എത്തിച്ചേർന്നു. ബംഗ്ലാവിൻ്റെ കതക് ഒരു ഹുങ്കാര ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. അന്നവർ ദേവനന്ദയെ പീഡിപ്പിച്ച് കൊല്ലാക്കൽ ചെയ്ത റൂമിൽ അവർ എത്തിച്ചേർന്നു. ആ പെൺകുട്ടി പെട്ടെന്ന് രൂപം മാറി ദേവനന്ദയായി മാറി. ദേവനന്ദ ദേവരുദ്രയുടെ ഭാവം പൂണ്ടിരിക്കുന്നു. അതോടെ ഇതുവരെ ഏതോ മായാലോകത്തിലായിരുന്ന രാഘവറാം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അയാൾ അലറി നിലവിളിക്കാൻ തുടങ്ങി. അലറി നിലവിളിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞോടി. പക്ഷേ കാര്യമില്ലല്ലോ, വെട്ടിരിക്കുന്നത് ദേവരുദ്രയുടെ അടുത്താണ്. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.